ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള എണ്ണയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കേടാവാത്ത ഒരു മാങ്ങാച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കേടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അരിഞ്ഞിടുന്ന പാത്രത്തിലാണെങ്കിൽ പോലും അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ ഡ്രൈ ആയിട്ട് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അച്ചാർ കേടായി പോകും. അപ്പോൾ നമുക്കിതൊന്ന് അല്പം നീളത്തിലായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഒരല്പം നീളത്തിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന കയ്യിലുകൾ എല്ലാനും നമുക്കിതേപോലെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിലുള്ളത് വേണം നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നല്ല എണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇത് കേടാവാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ലെണ്ണയിലാണ് നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല. ഈ രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് ഉലുവ നമുക്കിതൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരല്പം കായവും കൂടി വേണം. അപ്പോൾ അത് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ആ എണ്ണയിലിട്ട് നമുക്കിതൊന്ന് കായവും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് അളവിലുള്ള എണ്ണയാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ കായത്തിൻ്റെ പീസും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഉലുവയുടെ കൂട്ടത്തിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ എള്ളെണ്ണയിൽ ഈ കായ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് നമുക്കൊരല്പം എടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് നമ്മൾ ഈ അച്ചാർ ഇട്ട് വയ്ക്കുന്ന കുപ്പിയിൽ ഒരല്പം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരല്പം മാത്രം എണ്ണ നമുക്ക് ഇതേപോലെ നമ്മൾ ആ എടുത്ത ആ കപ്പിൽ തന്നെ നമ്മളൊരല്പം മാത്രം നമ്മളൊന്ന് മാറ്റി വയ്ക്കണം. ഇത്രയൊന്നും ആവശ്യമില്ല, നമുക്കൊരല്പം എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങ 2 ബാച്ചായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒന്ന് ഇളക്കിയൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ആ മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ലൈറ്റ് ഒരു ഗോൾഡൻ കളറ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാങ്ങയിലയുടെ തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ഒട്ടും കയ്പില്ലാത്ത മാങ്ങയാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോലൊന്നും കളയാതെ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു കിലിങ്ങണ ഒരു സൗണ്ടൊക്കെ വരും കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഇത്ര മതി, നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്കും ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കളറാണ് നമ്മളതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു കിലിങ്ങയുടെ സൗണ്ട് നമ്മളിതിങ്ങനെ ഇടുമ്പോൾ കേൾക്കും. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അച്ചാറിൻ്റെ കാര്യങ്ങളും നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടെ. അല്ലെങ്കിൽ വേറെയും പാനുകൾ എടുത്ത് നമുക്ക് പണി കൂട്ടണ്ട. നമുക്ക് ഈ സെയിം പാൻ തന്നെ നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ എണ്ണ ഒന്ന് ഇതിൽ നിന്നൊന്ന് പകർത്തി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ ഇതിൽ നിന്ന് കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നീക്കി വെച്ചതിന് ശേഷം ഈ എണ്ണ നമുക്കൊരു പാനിലേക്ക് വേറൊരു കപ്പിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ ബാക്കി ഇത്ര എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 കപ്പോളം എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന എണ്ണയും. അപ്പോൾ അധികം എണ്ണ മാങ്ങ എടുത്തിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ പാൻ ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാണ്. അപ്പോൾ ഈ പാനിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ടീസ്പൂൺ അളവിലുള്ള നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ മാങ്ങയുടെ വലിപ്പം അനുസരിച്ചൊക്കെ മുളക് പൊടിക്ക് മാറ്റം വരും കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം മുന്നിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ ഒരല്പം കൂടുതലായിരിക്കും, പക്ഷേ മാങ്ങയിൽ ഉപ്പൊക്കെ പിടിച്ച് 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് അത് വന്നോളും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. അതിന് ശേഷം നേരിയ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ, ഈ മുളകിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കുത്തുണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നേരിയതായിട്ടൊന്ന് റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ ആ റോ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. കളറൊന്നും മാറരുത് കേട്ടോ, മുളക് പൊടിയുടെ കളറൊന്നും മാറിപ്പോവരുത്, ഈ ഒരു കളറിൽ തന്നെ നിൽക്കണം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇത് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉപയോഗിച്ച് മാറ്റി വെച്ച എണ്ണയിൽ നിന്ന് ഒരു അല്പം മാത്രം, അല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുരണ്ടിരിക്കണം, എണ്ണ നന്നായിട്ട് ഇതിനകത്തേക്ക് പുരണ്ടിരിക്കണം മാങ്ങയിൽ. അപ്പോൾ ഞാനൊരു 4 ടീസ്പൂൺ അളവിലുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട, നന്നായിട്ട് എണ്ണ പുരണ്ടിരിക്കുന്ന രീതിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ ഉലുവയുടെ പൊടിയും കായത്തിൻ്റെ പൊടി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല വാസനയാണ് കേട്ടോ, രക്ഷയില്ലാത്ത മണം. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി സൂപ്പർ അച്ചാർ, നമ്മൾ എണ്ണ മാങ്ങ അച്ചാർ അങ്ങനെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കണ പോലെ തോന്നും, പക്ഷേ ആ മാങ്ങയിലൊക്കെ ഉപ്പ് പിടിച്ച് വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് മാസങ്ങളോളം കേട് കൂടാതെ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറമേ തന്നെ വെച്ചാൽ മതി, കേടാവാതെ ഇരുന്നോളും. പിന്നെ നമ്മളിത് എടുക്കണ സമയത്ത് അതിനകത്ത് ഇടുന്ന കയ്യിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, നനവൊന്നും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അതിൻ്റെ കേടാവണതും അല്ലാത്തതൊക്കെ. പിന്നെ നമ്മളിത് ഇടാൻ ഉപയോഗിക്കുന്ന ചില്ലുകുപ്പി ആവട്ടെ, അത് ചില്ലുകുപ്പിയിലായിരിക്കണം ഇട്ട് വയ്ക്കേണ്ടത്. ആ ചില്ലുകുപ്പിയിലൊന്നും വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ ആയിരിക്കണം നമ്മൾ ചില്ലുകുപ്പിയിൽ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ആ ചില്ലുകുപ്പിയിൽ ഇത്രം എണ്ണ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ആ കായത്തിൻ്റെ ടേസ്റ്റുള്ള ആ എണ്ണയിൽ നിന്ന് ഒരല്പം എണ്ണ നമ്മൾ ഈ ചില്ലുകുപ്പിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് വെക്കണം. അപ്പോൾ വല്ല പൂപ്പല അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഉടഞ്ഞു പോണ ചില്ലുകുപ്പി തന്നെ ഈ അച്ചാറുകൾ ഇട്ട് വെക്കണം കേട്ടോ, പ്ലാസ്റ്റിക് കുപ്പികളിലൊന്നും അച്ചാർ ഇടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ അച്ചാറിൻ്റെ കുപ്പിയിലേക്ക് നമുക്കിത് ചൂടാറിയതിന് ശേഷം നമ്മളിത് ഇട്ട് വെച്ചാൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കേട് ആവാതെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു എണ്ണമാങ്ങ അച്ചാറാണ്. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.